നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു മടിയൊന്നും തോന്നത്തില്ല. അപ്പൊ നമ്മുടെ കിച്ചൺ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്നും ഞാൻ പറയാമേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റാക്കി ഇടുക. നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അത് ക്ലീൻ ആക്കി മാക്സിമം എംറ്റി ആക്കി ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ കിച്ചണിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവെക്കും. അത് അപ്പം തന്നെ നമ്മളത് മാറ്റേണ്ട സ്ഥലത്തേക്ക്, ഫ്രിഡ്ജിലേക്കാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക്, കബോർഡിലേക്കാണെങ്കിൽ കബോർഡിലേക്ക് മാറ്റുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡൊക്കെ കിച്ചണിൽ തന്നെ ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ടീപ്പോയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് മാറ്റുക. സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ കൗണ്ടർ ടോപ്പ് മാക്സിമം കാലിയായിട്ട് കിടക്കും. അപ്പൊ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ പറ്റുന്നവര് സ്പേസ് ഉള്ളവര് അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിന്റെ എണ്ണയും അതുപോലെ തന്നെ കറികളൊക്കെ തിളയ്ക്കുമ്പോൾ അതിന്റെ അംശങ്ങളൊക്കെ എന്തായാലും നമ്മുടെ സ്റ്റൗവിന്റെ പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. പിന്നെ തുടയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ പാർട്സും ഊരി മാറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് നല്ലോണം എല്ലാ ദിവസവും നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഉപയോഗിക്കുക. ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഈ ലിക്വിഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും എന്താ പറയുക കംഫർട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ആയാലും മതി. പക്ഷെ അതിന് കുറച്ച് പത കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ 2-3 വട്ടമൊക്കെ വീണ്ടും തുടയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഗ്യാസ് സ്റ്റവ് തുടച്ചു കൊടുക്കുക, വൃത്തിയാക്കി എടുക്കുക. ഇതുപോലത്തെ ഒരു സ്പൂൺ റെസ്റ്റ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഈ സ്റ്റൗവിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ഒന്നും വെക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റൗ കുറച്ചും കൂടി നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റൗവിന്റെ സൈഡും അതുപോലെ തന്നെ സ്റ്റൗവിന്റെ അടിഭാഗവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതുപോലെ കുക്ക് ചെയ്യുന്നതിന്റെ എന്തെങ്കിലുമൊക്കെ സ്റ്റൗവിന്റെ അടിയിലൊക്കെ ചാടി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളത് ഡെയിലി ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഡെയിലി നമ്മൾ സ്റ്റൗവിന്റെ അടിയും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റൗവിന്റെ അടുത്ത് വരുന്ന സൈഡിൽ വരുന്ന ഭിത്തിയും പിന്നെ നമ്മളിങ്ങനെ സ്റ്റൗവിന്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ തെറിക്കുമല്ലോ. അപ്പം ഓരോ സാധനങ്ങളും എടുത്തിട്ട് ക്ലീൻ ചെയ്യണം. ഇതുപോലെ വെക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചതെന്നും ഇതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ വ്യക്തമായിട്ട് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കിച്ചണിൽ നല്ലൊരു ലുക്ക് വരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അതിനെ ഡെയിലി ഇതുപോലെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ്, ഓവൻ എല്ലാം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാം നല്ല നീറ്റായിട്ട് വെക്കണം. ഇപ്പൊ ഞാൻ മിക്സി മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. മിക്സിനെ പോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജും എല്ലാം വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ മിക്സിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പൊ മിക്സി നമ്മളിതാ ആ ഭാഗം ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഭാഗം അത് അവിടെ നമ്മൾ അരയ്ക്കുമ്പം അതിന്റെ അവിടെയൊക്കെ ഇങ്ങനെ അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ ചാടി കിടക്കുമല്ലോ, ചാടാറുണ്ടല്ലോ. അപ്പൊ ആ ഭാഗം നല്ല വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ തിരിക്കുന്ന സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ല നീറ്റാക്കി വെക്കുക. ഞാൻ ഡെയിലി എന്റെ മിക്സി തുടയ്ക്കാറുണ്ട്. യൂസ് ചെയ്തില്ലെങ്കിലും തുടയ്ക്കും. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന സമയത്ത് ഞാൻ മിക്സി തുടച്ചു വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ അതിന് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ എന്തായാലും തുടച്ചു വെക്കണം കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറും ഈ ജാറിന്റെ അടിഭാഗത്തും ഇതുപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കും. അപ്പൊ ഈ ജാറ് കഴുകുമ്പോൾ നമ്മൾ ഉൾഭാഗം മാത്രം കഴുകാണ്ട് അതിന്റെ പുറം ഭാഗവും കൂടി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം. ഈ നമ്മൾ ചെറിയ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പൊ ആ ഭാഗം കൂടി വൃത്തിയായിട്ട് കഴുകണം കേട്ടോ.
അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവല് അത് എല്ലാ ദിവസവും വാഷ് ചെയ്യണം. എല്ലാ ദിവസവും വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെ ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് അതിനകത്തേക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കുക്ക് ചെയ്യാനും നമ്മൾ അതുപോലെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്നതാണല്ലോ. കുക്ക് ചെയ്യാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും സെപ്പറേറ്റ് ടവൽ യൂസ് ചെയ്യണം. കുക്ക് ചെയ്യാനും നമ്മൾ പിടിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ അത് എടുക്കരുത്, അതിന് വേറെ എടുക്കണം. അപ്പോൾ ക്ലീനിങ്ങിനും ഉപയോഗിക്കുന്നതും കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള തുണികൾ എല്ലാം ഇതുപോലെ ഡെയിലി വാഷ് ചെയ്തിടണം. പറ്റുമെങ്കിൽ വെയിലത്തിട്ട് തന്നെ ഉണങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന് നല്ല മഴയായിരുന്നു, പുറത്ത് വെയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് കിച്ചണിൽ തന്നെ വിരിച്ചിരുന്നതാണേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെയിലത്തിട്ടാണ് കേട്ടോ ഉണങ്ങിയെടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉണങ്ങാൻ ഇടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടവൽസ് എക്സ്ട്രാ നമ്മൾ കരുതണം. അപ്പോൾ കിച്ചണിൽ തന്നെ ഒരു ബോക്സിൽ വല്ലതും ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് ടവലുകൾ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കരുതി വെക്കണം. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ ഇടുന്ന സമയത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഡോറിലോ എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സിങ്ക് മാക്സിമം പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുവാണെങ്കിൽ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ മെത്തി ഇങ്ങനെ കിടക്കത്തില്ല. അതുപോലെ തന്നെ സിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും കഴുകണ എല്ലാവർക്കും പോസിബിൾ ആണെന്നില്ല. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെറിയ സമയം കിട്ടത്തുണ്ടാവില്ല. പക്ഷെ എങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ച് അഴുക്കാവുന്നതിന് മുമ്പ് തന്നെ മാക്സിമം സിങ്ക് വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം കഴുകുമ്പോൾ നമ്മൾ സിങ്കിന്റെ സൈഡിലും പൈപ്പും അതിന്റെ ഭിത്തിയും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയിടണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി ഇട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും കൂടി വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ കിച്ചൺ ഇതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, എല്ലാവരോടും പറയുക, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് നമ്മൾ വൃത്തിയാക്കി ഇടുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിടാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.